ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു നടിയിൽ കാണിക്കാനാണ്. ആ നടിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. ഏതാ നടിയിൽ എന്നറിയണ്ടേ? ജൂൺ മാസമാണ്. ജൂൺ മാസത്തിലെ താരാണ്. നട്ടുപിടിപ്പിക്കാൻ ഏറ്റവും ചേരുന്ന സമയമാണ് ജൂൺ മാസം. ഈ മഴ തുടങ്ങുന്ന സമയത്ത് നട്ടാൽ മാത്രം മതി, നമ്മൾ തിരിഞ്ഞ് നോക്കണ്ട, പോയി കിടന്നുറങ്ങിയാൽ അതുണ്ടാവും, വേര് പിടിക്കും. ഇതാ നോക്ക്, എൻ്റെ ബോഗൺവില്ല ആദ്യം തന്നെ നിങ്ങൾ നോക്കി ഇങ്ങനെ പൂവിടുന്നത്. നിങ്ങൾ വയനാട് ജില്ലയായിട്ടാണ്, നിങ്ങൾക്ക് വയനാട്ടിൽ എന്ത് നട്ടാലും ഉണ്ടാവും എന്ന് പറയുന്നവരൊക്കെ അല്ലേ, അവരോടാ പറയുന്നത്. ശ്രദ്ധിച്ചാൽ മാത്രമേ വയനാട് ജില്ലയിലും ഉണ്ടാവുള്ളൂ. എന്താ അടിപൊളി, അടിപൊളിയായിട്ടുണ്ട്. പലതരം കളറിലുണ്ടല്ലോ. ഞാൻ ഇന്ന് പലതരം കളറിലുള്ളതാണ് നടാൻ പോകുന്നത്. ഈ ഓറഞ്ച് ഉണ്ട്, റോസ് ഉണ്ട്. റോസ് ഉണ്ടായി കുറച്ച് കഴിഞ്ഞു, രണ്ടാമത് തുടങ്ങി. അത് കട്ടച്ചോപ്പാ കണ്ടോ, ഇത് കട്ടച്ചോപ്പ്. കട്ടച്ചോപ്പ് ഇവിടെ നിറച്ചുണ്ട് ആ ഭാഗത്ത് നോക്കിയാൽ. ഇത് റോഡ് സൈഡ് നട്ടിട്ട് ഞങ്ങൾക്ക് മാത്രമല്ല, ഇതിലെ പോകുന്ന എല്ലാവർക്കും ഇത് കണ്ടിട്ട് വണ്ടി നിർത്തും. നോക്ക്, ഇതിന് നമുക്ക് ഇത് നടാൻ പോവാം. എങ്ങനെയാണ് ഇത് നടുന്നത്, എത്ര വലിയ കമ്പാണ് എടുക്കേണ്ടത്, എല്ലാം കാണാൻ വരി. ഓറഞ്ചിൻ്റെ നിങ്ങൾ കണ്ടില്ലേ, അതുപോലെ കട്ടച്ചോപ്പ് നോക്ക്, എന്തൊരു ഭംഗിയാ കട്ടച്ചോപ്പ്. എത്ര നോക്കിയാലും എനിക്ക് മതിയാവില്ല. ഇനി ഇത് നോക്ക്, റോസ്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണെന്നറിയോ? ഒരു പോട്ടിൽ തന്നെ ചുവപ്പും റോസും ഓറഞ്ചും അങ്ങ് നട്ടാൽ എന്താ? ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നത്. ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ ഒരു ചേഞ്ച് വരുത്തുക. ഇതാ കണ്ടോ, ഇതെൻ്റെ റോഡിൻ്റെ പുറം ഞാൻ കാണിച്ചു, ഇത് അകത്തുള്ള കാഴ്ചയാട്ടോ. ഇനി ഒരു കമ്പങ്ങ് വെട്ടാം. പൂവുള്ള കമ്പ് തന്നെ വെട്ടുന്നത്. ഇതാ ഇത്രേ വേണ്ടു. ഇതൊന്നും നമുക്കിനി വേണ്ട കേട്ടോ. ഇതൊക്കെ അങ്ങനെ പൊട്ടിച്ച് കളയാം. ഇതും ഡിമാൻഡാകുമ്പോൾ ഇതും നടും പറ്റൂ കേട്ടോ. ഞാൻ മൊത്തം മാറ്റിയിട്ട് തരാം. ഇനി ഒന്ന് ഇത് വെട്ടി, ഇനി ഞാൻ ഒരു ചോപ്പ്, ഇതിപ്പോൾ ഓറഞ്ചല്ല, ഇനി ഒരു കട്ടച്ചോപ്പ്, ഒരു കട്ടച്ചോപ്പിൻ്റെ ഒരു കമ്പ്. ഇനി റോസിൻ്റെ ഒരു കമ്പ് എടുക്കട്ടെ. ഈ റോസിൻ്റെ അങ്ങനെ 3 കമ്പ് എടുക്കി വരി, നമുക്ക് നടാലോ. ഒരു റോസിൻ്റെ കമ്പ്, റോസ് എന്ന് പറഞ്ഞാൽ റോസ് കളറ്. ഇതാ ഒന്ന്, ഇത് ഒന്ന് ഓറഞ്ചിൻ്റെത്, ഒന്ന് കട്ടച്ചോപ്പ്. ഇപ്പം ഞാൻ എന്താ തീരുമാനിച്ചതെന്നറിയോ? ഇതാ എൻ്റെ അടുത്ത് കുറേ പോട്ടുണ്ട്. അപ്പോൾ ഇനി ഹാങ്ങിങ് പോട്ടിൽ ഇങ്ങനെ 3 കളറുള്ള കമ്പ് നട്ടാൽ ഈ ഹാങ്ങിങ്ങിൽ 3 കളർ ഇങ്ങനെ വരുമല്ലോ. നമ്മൾ ബെഡ് ചെയ്ത് ഓരോരുത്തരും ഉണ്ടാവുമല്ലോ, ഒന്നിൽ തന്നെ 3 കളർ ഇങ്ങനെ ഒട്ടിച്ചൊക്കെ ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ഉണ്ടാവും ഇത്. കാരണം 3 കമ്പിൽ 3 പൂക്കൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുമല്ലോ. ഇത് ഇപ്പം നട്ടാൽ എന്താ ഗുണം എന്നറിയോ? നമുക്ക് നട്ടിട്ട് നമ്മൾ പിന്നെ ഒന്നും ചെയ്യണ്ട. ഈ മഴയത്ത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ വെച്ച് 2 ആഴ്ചയൊക്കെ മഴ ഇങ്ങനെ കൊണ്ട് ഇതിന് വേര് പിടിക്കും. ഏറ്റവും നല്ല സമയമാണ് ജൂൺ മാസം. അതാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ പൂക്കളിങ്ങനെ രാവിലെ ഗുഡ് മോർണിംഗ് ഇടൂ, അങ്ങനെ എപ്പം വീഡിയോയിൽ കാണിക്കുമ്പോൾ ഇതിൽ നിങ്ങൾ എന്താ വളം കൊടുക്കൽ, എപ്പോൾ അത് നടൽ, ഇതെന്താ ഇങ്ങനെ പോകുന്നൊക്കെ പറയുന്നില്ലേ. അതാണ് ഞാൻ നിങ്ങൾ നേരിട്ട് കാണിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഒരു വളം കൊടുക്കില്ല ഈ ബോഗൺവില്ലയ്ക്ക്. ബോഗൺവില്ല റോഡിൻ്റെ പുറത്താട്ട്, അല്ല റോഡിൻ്റെ അല്ല, മുറ്റത്തിൻ്റെ മതിലിൻ്റെ പുറത്താണ്, റോഡ് സൈഡിന്. അതെന്നോട് ഒരാൾ ചോദിച്ചിരുന്നു, നിങ്ങൾ ബോഗൺവില്ല എവിടെ നട്ടത്? ഞങ്ങൾക്കും അങ്ങനെ നടാനിരുന്നു എന്നുള്ളത്. പുറത്താണ് നട്ട്, എന്നിട്ട് ഉള്ളോട്ട് ഇങ്ങോട്ട് ആക്കിയതാ. നല്ല എന്നാൽ മുറ്റ സ്ഥലവും ഉണ്ടാവും. ഇതങ്ങനെ അങ്ങോട്ട് ഈ മുളച്ചതൊന്നും ഇനി വേണ്ട, ഈ കമ്പ് മാത്രം മതി. അത്രയും വിശദമായിട്ട് ഞാൻ കാണിച്ചു തരുന്നത്. ബോഗൺവില്ല ഈ മാസം നട്ട് പിടിപ്പിച്ചോട്ടെ എല്ലാവരും എന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ കുറച്ച് സമയം ഇതിനെടുത്തെങ്കിലും നിങ്ങൾ സമയം എടുത്ത് കണ്ടോളൂ, കാരണം കുഴപ്പമില്ല, നഷ്ടമാവില്ല. ഒരു ബോഗൺവില്ല ചെടി നിങ്ങളൊന്ന് നഴ്സറി പോയി ചോദിച്ചു നോക്കി. ഇതിൻ്റെ വില കേട്ടിട്ട് ഞാൻ തന്നെ, എനിക്കൊരു വെള്ളമൊക്കെ വേണ്ടിയിരുന്നു. ഇപ്പോൾ ഇതായി ഇത്രേ. ഈ പെൻസിലിൻ്റെ ഈ വണ്ണം മതി കേട്ടോ, അതിൽ കൂടുതൽ വേണ്ട. ഇനി ഇത്
ഇത് പൂവേ പിന്നെ 3 കളറാണ്. അപ്പം ഇതിന് ഈ കളർ ഒക്കെ ഉണ്ടായി കഴിഞ്ഞൊരു കൊമ്പ് ഇങ്ങോട്ട് എടുത്തതാ. ഞാൻ ഫുള്ള് വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ നടാൻ വേണ്ടിതാ 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഈ വണ്ണം മതി കേട്ടോ. നിങ്ങൾക്ക് പേടിയുണ്ടാവും ഇത് മുളക്കുമോ എന്നുള്ളതില്ലേ. ഇതേ മുളക്കൂ, അതെല്ലാം എളുപ്പത്ത് മുളക്കും. അപ്പം നമ്മൾ ഈ ബോഗൺ വില്ലൻ്റെ അടിഭാഗം കണ്ടുപിടിക്കാൻ ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകും. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു ബോഗൺ വില്ലതാ. ഇത് അടിഭാഗം ഏതാണ് ഇതൊക്കെ വേഗം മനസ്സിലാവും. പക്ഷെ നമുക്ക് പെട്ടെന്നൊന്നും ഇതൊന്നും ഇല്ലാതെ നമുക്ക് തണ്ട് മാത്രം കിട്ടിയാൽ മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അതിന് ഈ മുള്ളിതാ ഓരോ മുള്ളിൻ്റെ അടിയിലാണ് ഇല വരുന്നതാ. നല്ല നോക്കി അടി ഇവിടെ ഇത് ഈ മുള്ളിൻ്റെ അടിയിലാണ് ഇല വരുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് അടിഭാഗം എന്നുള്ളത്, അല്ലെങ്കിൽ തെറ്റിപ്പോവും. അതാണ് ഇങ്ങനത്തെ കമ്പ് കിട്ടിയാൽ നമുക്ക് ഏത് ഭാഗം മനസ്സിലാവൂല. അതിനാണ് തെളിയിക്കാൻ ഞാൻ പറഞ്ഞു തരുന്നത്. ഇതാണ് കമ്പ്, മുള്ളിൻ്റെ അടിയിൽ ഇതാണ്ടോ ഇല വരുന്ന അടയാളം. അപ്പം ഇതിങ്ങനെ നടണം. ഇനി ഞാൻ ഹാങ് ചെയ്യുന്നതിലാണ് നടുന്നതെന്ന് പറഞ്ഞല്ലോ. ഈ പ്രാവശ്യം കുറച്ച് ഹാങ്ങിങ് ചെടി നടത്തുക. നമുക്ക് കടയിൽ പോയിട്ടൊന്നും വാങ്ങാനാവൂല. ഇഷ്ടംപോലെ കടയിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല, ഭയങ്കര വില. തുടങ്ങുന്നതന്നെ 500 രൂപന്നൊക്കെയാണ് അവിടെ. അപ്പോൾ ഞാൻ സാധാ മണ്ണാടുന്നത് കേട്ടോ. സാധാ ഒരു പൊട്ടി മിക്സ് ഇടുന്നില്ല. ഇത് ജൂൺ മാസമാണ്. ഇങ്ങനെ ചിരിങ്ങി മഴ പെയ്തുകൊണ്ടിരിക്കുക. ചെടി വളരാൻ പറ്റിയ ടൈമാണ്, നല്ല ടൈമാണ് അത്. അതാ ഞാൻ പറഞ്ഞത് ജൂൺ മാസമാണ്, എല്ലാവരും നട്ടോളൂന്ന്. ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ ഇഷ്ടം പോലെ കമ്പ് കൊടുക്കും. കാരണം ജൂലൈ ആയിക്കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ വെട്ടി മാറ്റും, പ്രൂൺ ചെയ്യും. ഡിമാൻഡ് ഉള്ളവർക്കൊക്കെ ഞാൻ കൊടുക്കും. ഇതാ ഇങ്ങനെ ഞാൻ മണ്ണ് നിറച്ചിട്ട് ഇതാ 3 കളർ കമ്പാട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഈ മുള്ളിൻ്റെ അടിയിൽ കമ്പ് വരുമ്പോൾ ഇതാണ് താഴ്ഭാഗം എന്നുള്ളത്. ഞാൻ നടട്ടെ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇങ്ങനെ അങ്ങ് നടും. ഇത്രേ വേണ്ടു. ഇതിൻ്റെ നോക്കുക, നല്ലോണം നോക്കുക. എനിക്ക് കണ്ട് കുറച്ച് കുറവുണ്ടാകുമ്പോൾ പേടിക്കേണ്ട. അതാ മുള്ളിത് അടിയിലാ കമ്പ്. നമ്മളെ കപ്പയൊക്കെ നടുന്നേ അതുപോലെ തന്നെ ഇങ്ങനെ അങ്ങ് നട്ടു കൊടുക്കുക. ഇങ്ങനെ നട്ട് കഴിഞ്ഞ് ഞാൻ എവിടെയും ഇങ്ങനെ പുറത്തേ വെക്കൂ കേട്ടോ. പുറത്ത് എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ മഴ കൊള്ളാത്തോടത്തൊന്നും വെക്കൂല. ഞാൻ അലോവേര മുക്കിയിട്ടില്ല, പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തില്ല. ഇങ്ങനെ തന്നെ അങ്ങ് വെച്ച് 2 ആഴ്ച കഴിഞ്ഞാൽ ഇതിന് വേര് പിടിക്കും. ഇതിന് വേര് പിടിച്ച് റെഡിയായി കഴിഞ്ഞാൽ ഞാൻ ഹാങ് ചെയ്ത് തൂക്കിയിടും. അപ്പോൾ അന്നേരം എന്തെങ്കിലും വളമൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ 1 കഴിഞ്ഞു. ഇതേപോലെ തന്നെ നമുക്ക് നിലത്ത് കൊണ്ടുപോയി കുത്താം. ഞാൻ രണ്ടാമത്തെ നറുക്കുന്നൊന്നും കാണിക്കുന്നില്ല, ഞാൻ കമ്പ് കുത്തി കാണിച്ചു തരാം. ഇനി ഒരു ഹാങ്ങിങ് കൂടെ ഞാൻ നട്ട് കാണിച്ചു തരാം. ഇപ്പോൾ അടുത്ത വീട്ടിലൊക്കെ ഉണ്ടാവും ബോഗൺവില്ല, അവനവനില്ലെങ്കിൽ. അപ്പോൾ അവർ കമ്പ് ചോദിച്ചാൽ മതിയാവും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് നട്ട് കൊടുക്കുക. കാരണം ഇപ്പോൾ മടി പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ കാലാവസ്ഥ അങ്ങ് പോവും. ഇപ്പം ജൂൺ മഴ അങ്ങ് തുടങ്ങി നല്ല ടൈമാണ് ചെടി പിടിക്കാൻ. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നത്, എനിക്ക് എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ വീഡിയോ എത്രയോ ആൾ ഇഷ്ടത്തോടെ കാണുന്നുണ്ട്. അതൊക്കെ മെയിൻ കാരണം പൂക്കളാണ്. അപ്പം നിങ്ങൾക്കും പൂക്കൾ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്കും അങ്ങനെ തന്നെ പൂക്കൾ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഞാൻ ഒന്ന് നിലത്ത് നട്ട് കാണിച്ചു തരാം. ഞാൻ അങ്ങനെ വിജയകരമായിട്ട് 2 ചട്ടിയിൽ 3 എണ്ണം വീതം നട്ട്. ഇത് ഞാൻ മുളക്കുന്നതും ഇത് ഹാങ് ചെയ്യുന്നതും ഒക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ അപ്ഡേഷൻ കാണിക്കൂട്ടോ ആ സമയമാകുമ്പോൾ. പിന്നെ എല്ലാ ചെടികളും ഒരേ സ്വഭാവക്കാരല്ലല്ലോ. ചില ചെടികൾ തണ്ട് പൊട്ടിച്ച് നടുന്നതാണ്, ചിലത് വിത്ത് മുളച്ച് നടുന്നതാണ്, ചിലത് പിന്നെ ഇല മുളച്ച് നടുന്നത്. അങ്ങനെ പല വിധത്തിലുള്ള ചെടികളുണ്ടല്ലോ. ഈ ബോഗൺ വില്ലക്ക് തണ്ട് മുളച്ച് നടുന്നത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. വിത്ത് മുളച്ച് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ, എനിക്കറിയില്ല. അത് തണ്ട് മുളച്ച് നട്ടാൽ സൂപ്പറായി ഉണ്ടാകുന്ന ചെടിയാണ്. ഇനി ഞാനൊന്ന് പുറത്ത് നടുക, നിങ്ങളെ സംശയം തീരാൻ വേണ്ടിയിട്ട്. കാരണം എന്നോട് ഭയങ്കരമായിട്ട് ചോദിക്കല്ലോ. എനിക്കിത് കണ്ടാൽ ഞാൻ രാവിലെ എഴുന്നേറ്റാൽ ഇത് നോക്കി നിൽക്കും. ഈ പൂക്കൾ എന്ത് രസം, ഒരു പോസിറ്റീവ് എനർജിയാണല്ലോ. പിന്നെ നമ്മൾ പൂക്കൾ ഇങ്ങനെ പിടിപ്പിച്ചാൽ നമ്മളെ കാണാനുള്ള ഭംഗി മാത്രമല്ല, നമുക്ക് മുറ്റത്ത് നല്ലൊരു തണല, പിന്നെ എന്ന് പറഞ്ഞാൽ നല്ലൊരു വായു, ഓക്സിജൻ ഇങ്ങനെ പുറത്തേക്കൂടെ നല്ല വായു കിട്ടും. പിന്നെ നല്ലൊരു അഴകാണ്.
പിന്നെ തണൽ തന്നെ മെയിൻ, തണലുമാണ്, നല്ല തണലുമാണ്. പിന്നെ ഇതിൽ കൂടെ പോകുന്നവർക്കൊക്കെ ഉണ്ടല്ലേ കല്യാണ പെണ്ണുങ്ങൾ ഒക്കെ വന്ന് ചെക്കനും പെണ്ണും ഒക്കെ ഫോട്ടോ എടുക്കും. ഇതൊക്കെ എന്തൊരു ഭംഗിയാ നോക്കുക അവിടെ മഞ്ഞപ്പൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ് കൊതിപ്പിച്ച് തരുന്നത് നിങ്ങൾ നട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടോ. ഒരു കമ്പിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, കൊണ്ടുപോയിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. ഞാനത് കാണിച്ചു തരാം. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഭയങ്കരമായിട്ട് കയ്യിലിട്ട് നിറക്കുക ഒന്നും വേണ്ട. ജൂണായാലും ഒന്നും വേണ്ട. കമ്പ്, ഒരു കമ്പ് ദിമതങ്ങ് എടുത്തതാ. ഒന്നും കൂടെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കാനാണ്. കാരണം ജൂൺ മാസം കഴിഞ്ഞിട്ട് കാണിച്ചിട്ട് കാര്യമല്ലല്ലോ. എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുന്ന എത്രയോ പേരുണ്ട്. ഇന്നലെ സുരയ്യ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ സുരയ്യ മാത്രമല്ല, എത്രയോ പേര് എൻ്റേത് ഇഷ്ടമായിട്ട് കാണുന്നവരുണ്ട്. എൻ്റെ പൂക്കളാണ് അതിൻ്റെ കാരണം, മെയിൻ കാരണം. ഒന്നും കൂടി അടിഭാഗവും മേൽഭാഗവും തിരിച്ചറിയുന്ന കേട്ടോ. ഈ മുള്ളിൻ്റെ അടിയിലാട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ കുത്തനെ നിൽക്കുക. ഇങ്ങനെ ആകുമ്പോൾ മുള്ള് മേലെയായി പോവും. ഇതാണ് എൻ്റെ ശരിയായ ഭാഗം, അടിഭാഗം. ഞാൻ മണ്ണൊന്നും വൃത്തിയാക്കുന്നില്ല, ഒന്നും പുല്ല് കുറച്ചൊന്നും പറിക്കുന്നേ ഉള്ളൂ, ബാക്കിയൊന്നും ചെയ്യുന്നില്ല. ഇനി അങ്ങ് നടുക, അങ്ങനെ കുത്തി കൊടുത്താൽ മതി. കൈക്കോട്ടൊന്നും വേണ്ട, പാര വേണ്ട. കാരണം ജൂൺ മാസത്തെ പ്രത്യേകത. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇങ്ങനെ അങ്ങോട്ട് കുത്തി കൊടുത്താൽ ഇനി മുളക്ക് നമ്മൾ നോക്കിയാൽ മതി. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, ഒരു തണൽ ഇങ്ങനെ പൊത കൊടുക്കണ്ട, വളം ചെയ്യണ്ട, ഒന്നും വേണ്ട. പുല്ലങ്ങ് പറിച്ച് കളയണം കേട്ടോ. പുല്ലുണ്ടാകരുത്, ആ ബുദ്ധിമുട്ടാണ്. നമ്മൾ കാണൂല, നമ്മൾ കൊത്തിപ്പോവും. എന്താ ഇത്രേ വേണ്ടു. ഇനി എന്ത് മുളക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഒരു ജൂൺ മാസത്തിൽ നട്ടതാണ് ഇത്. ഇതാ എൻ്റെ മതിലിൻ്റെ പറ നട്ട് കേട്ടോ. ഇതൊന്നും വേണ്ട, അതൊക്കെ പറിച്ച് ചാടണം, അതൊക്കെ തടസ്സാ. അങ്ങനെ ഒന്ന് നട്ട്, പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷം ഇത് നട്ട് ഒക്കെ ഓരോ ജൂണിൽ നടുന്നതാ. പിന്നെ ഇതാ ഇവിടെ ഇതിൻ്റെയൊക്കെ പൂക്കൾ കണ്ടങ്ങൾ ഞെട്ടു. പിന്നെ ഇതാ ഇവിടെ ഇതാ. പിന്നെ അപ്പുറത്തു ഗേറ്റിലൂടെ എങ്ങനെ ആർച്ച് മോഡലിൽ വരട്ടെ എന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് നട്ടതാ. ആർച്ച് മോഡലിൽ തന്നെ വന്നു. ഇത് എൻ്റെ പഴയ ഗേറ്റാ. ഈ ഗേറ്റിൻ്റെ അപ്പുറമൊന്നും ഇപ്പുറമൊന്നും ഞാനൊരു ജൂൺ മാസത്തിൽ നട്ടതായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് കൊല്ലങ്ങൾക്ക് ശേഷം നോക്ക്, എന്താ സൂപ്പർ. ഇനി ഇത് ജൂലൈ മാസമായാൽ ഇതൊക്കെ അങ്ങ് കട്ട് ചെയ്തിട്ട് മുട്ടയാക്കും. മുട്ടയായി കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങോട്ട് ശക്തിയിൽ ശാഖകൾ വരും. അപ്പോൾ അതൊക്കെ പ്രൂൺ ചെയ്യും. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. പിന്നെ ഇത് ഇപ്പം അത് പൂവുണ്ടല്ലോ. ഇനി എന്ത് ജൂലൈ മാസമാകുമ്പോൾ ഈ പൂക്കളൊന്നും ഉണ്ടാവില്ല. മഴ ആയ പൂക്കളൊന്നും ഉണ്ടാവില്ല. ഇപ്പോഴത്തെ നോക്കിയിട്ട് കാര്യമല്ല. അപ്പോൾ 2-3 മാസമേ പൂക്കളില്ലാത്ത ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ജൂലൈയിൽ ഞാൻ ഇത് ഫുള്ള് കട്ട് ചെയ്യുമ്പോൾ അത് റോഡ് സൈഡാണല്ലോ. റോഡ് സൈഡ് ഇഷ്ടംപോലെ വാഹനവും ജനങ്ങളും പോകുന്ന സ്ഥലമാണ് ഇത്. അപ്പം ഞാൻ എല്ലാവരോടും പറയും, കമ്പ് കൊണ്ടുപോയിക്കോളി, അവിടെ കൊണ്ടുപോയി നടി എന്നൊക്കെ പറയും. ആർക്കും കമ്പ് വേണ്ട, ഒറ്റാക്കും വേണ്ട. ഞാൻ 1-2 ആൾ വേണമെങ്കിൽ ഒന്ന് ഇഷ്ടമല്ലാതെ മനസ്സോടെ കൊണ്ടുപോകും. പിന്നെ ഈ പൂവും കെട്ടി വിരിഞ്ഞ് റെഡിയായിട്ട് ഇങ്ങനെ അലങ്കരിച്ച ഉഷാറ് നിൽക്കുമ്പോൾ എല്ലാവരും, എനിക്കറിയില്ല ആര്, എണ്ണം പോലും പറയാൻ കഴിയില്ല, അത്രയും ആൾക്കാർ എന്നോട് കമ്പ് വാങ്ങാൻ വരും. അപ്പം ഞാൻ അവരോട് പറയും, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഇത് കൊണ്ടുപോയി നട്ടോളി, നട്ടാൽ മാത്രം മതി. ആ സമയത്ത് മഴക്കാലം ആയിരിക്കുമല്ലോ, ജൂലൈയിലൊക്കെ 4 ആരും നടും. അപ്പം ഈ പൂ കാണുമ്പോൾ എല്ലാവർക്കും ഡിമാൻഡാണ്. എനിക്കുണ്ടായ അനുഭവം പറഞ്ഞതാട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. എനിക്കുണ്ടായ പോലെ ഞാൻ നിർബന്ധിക്കലാ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടല്ലോ. എൻ്റെ വീഡിയോയിൽ എങ്ങനെയാണ് നടേണ്ട രീതിയിൽ കാണിച്ചു തന്നല്ലോ. എത്ര വണ്ണത്തിലാണ് എടുക്കേണ്ടത്, പൊട്ടിക്കേണ്ടതെന്നും പറഞ്ഞു തന്നു. ഹാങ് ചെയ്യേണ്ട രീതി കാണിച്ചു തന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.